ഹായ്, ഐ നോബഡി കണ്ടു. ജസ്റ്റ് ഒരു ആവറേജ് പടം. അതും ഫസ്റ്റ് ഹാഫ് ഉഗ്രനായതുകൊണ്ട് മാത്രം. സെക്കൻഡ് ഹാഫ് കംപ്ലീറ്റ്ലി സ്കാറ്റേർഡ് ആയിരുന്നു, ഭയങ്കര ടയറിങ് ആയിരുന്നു. ഫസ്റ്റ് ഹാഫ് ഒരു കംപ്ലീറ്റ്ലി നിസാം ബഷീർ പടം പോലുള്ളൊരു വൈബ് തന്നെ തന്നിരുന്നു. പടം തുടങ്ങുന്ന ഒരു ഉഗ്രൻ ബാങ്ക് റോബറി കാണിച്ചുകൊണ്ടാണ്. പിന്നെ ഒരു കാർ ചേസ്, അതെല്ലാം ഭയങ്കര ടെക്നിക്കലി ബ്രില്യൻ്റ് ആയിരുന്നു. അതുപോലെ ഇമോഷണൽ കണക്റ്റും ഉണ്ടായിരുന്നു. സിസ്റ്റം അല്ലെങ്കിൽ പോലീസ് ഫെയിൽ ആവുന്ന സ്ഥലത്തൊരു സാധാരണക്കാരൻ, ഒരു നോബഡി ആയിട്ടുള്ള ഒരാൾ, അയാൾക്ക് വേണ്ടി ഏതറ്റം വരെ പോവും, എന്തൊക്കെ ചെയ്യുമെന്നുള്ളതാണ് പടം പറയുന്നത്. പ്രത്യേകിച്ച് അതിൻ്റെ ഇടയിൽ ഈ നെഗറ്റീവായിട്ടുള്ള ഓൺലൈൻ മീഡിയ, പിന്നെ പബ്ലിക്കൊക്കെ അയാളെ എങ്ങനെ സ്ക്രൂട്ടനൈസ് ചെയ്യുന്നു, അതുകൊണ്ട് അയാൾ എത്രത്തോളം അഫക്റ്റഡ് ആവും, അതൊക്കെയാണ് പടം പറയുന്നത്. ഫസ്റ്റ് ഹാഫ് കംപ്ലീറ്റ്ലി നമ്മൾ ഈ ഇമോഷൻ്റെ കൂടെ, ഈ ക്യാരക്ടറിൻ്റെ കൂടെ ട്രാവൽ ചെയ്യും. പൃഥ്വിരാജിൻ്റെ രാജീവ് എന്നുള്ള ക്യാരക്ടറിൻ്റെ കൂടെ. പ്രത്യേകിച്ച് പൃഥ്വിരാജ്, പാർവതി, ആ ഒരു ഡൈനാമിക്സ്, അവർ തമ്മിലുള്ള കെമിസ്ട്രി നമ്മൾ ഇതുവരെ കാണാത്തൊരു ഡൈനാമിക്സ് ആണ്. അതുപോലെ അവരുടെ കുട്ടികളായിട്ട് പെർഫോം ചെയ്തവർ, അവരുടെ ഫാമിലിയുടെ കൂടെ നമ്മൾ ഫസ്റ്റ് ഹാഫ് ത്രൂ ഔട്ട് നമ്മൾ നിൽക്കും. പ്രത്യേകിച്ച് ഈ ഓൺലൈൻ മീഡിയ, നെഗറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഓൺലൈൻ മീഡിയനൊക്കെ ഇതിൽ നന്നായിട്ട് ട്രോൾ ചെയ്തിട്ടുണ്ട്, പലനാടൻ വർഗീസ് എന്നൊക്കെ പറഞ്ഞിട്ട്. ആ സമയത്തൊക്കെ നല്ല ഇമോഷണൽ കണക്ട് ഉണ്ടായിരുന്നു. ആക്ഷൻ സീൻസ് ആയാലും ഭയങ്കര ടോപ്പ് നോച്ച് ആണ്. ഇതിലൊരു ഫസ്റ്റ് ഹാഫിലൊരു ലിഫ്റ്റിലൊരു ഫൈറ്റ് സീനൊക്കെ വരുന്നുണ്ട്, അത് ഉഗ്രനായിരുന്നു. അതുപോലെ പെർഫോമേഴ്സ് എല്ലാവരും, ഹക്കീം ഷാജഹാൻ സ്റ്റാമറിങ്ങിലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് സെർട്ടിലായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ അശോകൻ ഒരു ഉഗ്രൻ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പിന്നെ മധുബാല്, സുധി കോപ്പ, ഖാലിദ് റഹ്മാൻ, സഞ്ജു ശിവറാം, ശങ്കർ രാമകൃഷ്ണൻ, അങ്ങനെ കുറേ ആക്ടേഴ്സ് ഉണ്ട്. പോലീസ് ക്യാരക്ടേഴ്സ് വേറെ കുറേ പേരുണ്ട്, ചെറിയ ചെറിയ നോട്ടബിൾ ആക്ടേഴ്സും വേറെ ഉണ്ട്. ഇൻ്റർവൽ ബ്ലോക്ക് ഉഗ്രനായിരുന്നു. ഭയങ്കര ഹൈ മൊമെൻറ്റിലാണ് ഇൻ്റർവൽ നിർത്തിയത്. എന്തോ ഒരു പീക്ക് സംഭവം വരാൻ പോകുന്നു എന്നുള്ളൊരു ഫീലൊക്കെ തന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ സെക്കൻഡ് ഹാഫിൽ എത്തിയപ്പോൾ ഈ എങ്ങനെ അവസാനിപ്പിക്കണം, അല്ലെങ്കിൽ ഏത് ഹൈ നോട്ടിൽ അവസാനിപ്പിക്കണം എന്നറിയാത്ത രീതിയിൽ സ്കാറ്റേർഡ് ആയ പോലെ തോന്നി. കാരണം സെക്കൻഡ് ഹാഫിൽ വന്നപ്പോൾ ഒരു കിഡ്നാപ്പ്, അതിനെ ഫോളോ ചെയ്ത് വേറൊരു സംഭവം, പിന്നെ വേറൊരു സംഭവം, അതിനെ കണക്ട് ചെയ്ത് അവസാനം വേറെ എന്തൊക്കെയോ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. അങ്ങനെ കംപ്ലീറ്റ്ലി മുഷിപ്പിച്ചു. ഈ ഫസ്റ്റ് ഹാഫിൽ നമുക്ക് രാജീവിനോട് തോന്നിയിട്ടുള്ള ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് സെക്കൻഡ് ഹാഫിൽ എത്തിയപ്പോഴേക്കും അത് കംപ്ലീറ്റ്ലി ഡിറ്റാച്ച്ഡ് ആയി. ഇത് എങ്ങനെയെങ്കിലും ഒന്ന് തീർന്നാൽ മതി എന്നുള്ളൊരു ഫീലായി എനിക്ക്. സെക്കൻഡ് ഹാഫിലും കുറേ ആക്ഷൻ സീൻസ് ഒക്കെ ഉണ്ട്, അതെല്ലാം ഉഗ്രനാണ്. ടെക്നിക്കലി പ്രൊഡക്ഷൻ വൈസ് പൃഥ്വിരാജ് പ്രൊഡക്ഷൻസും മറ്റ് പ്രൊഡ്യൂസേഴ്സും പടത്തിന് നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ജെയ്ക്സ് വിജോയുടെ BGM ഉഗ്രനാണ്. പടത്തിനെ ഇമോഷണലി നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നൊരു മ്യൂസിക് ആയിരുന്നു. പിന്നെ എഡിറ്റിംഗ് ആണ് ഒരു നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തത്. അത് എഡിറ്ററിൻ്റെ മിസ്റ്റേക്ക് ആണോന്ന് അറിയില്ല. പടത്തിൽ ലാഗൊന്നുമില്ല, കുറേ ഹാപ്പനിങ്സ് ഉണ്ട്, സ്ക്രിപ്റ്റിൽ ഒരുപാട് സംഭവങ്ങളുണ്ട്. പക്ഷെ അതിനൊന്നും ഒരു ഇമ്പാക്റ്റ് ഇല്ലാത്തതുകൊണ്ടാവണം 2 മണിക്കൂർ 48 മിനിറ്റ് ഭയങ്കര ടയറിംഗ് ആയിട്ട് ഫീൽ ചെയ്തു. അങ്ങനെ ഓവറോൾ ഒരു നല്ല ഉഗ്രൻ ഫസ്റ്റ് ഹാഫ് ഉണ്ടെങ്കിലും സെക്കൻഡ് ഹാഫ് കംപ്ലീറ്റ്ലി സ്പോയിൽ ചെയ്ത ഒരു ഡിസപ്പോയിൻറ്റിങ് എക്സ്പീരിയൻസ് ആണ് ഐ നോബഡി.